നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിൽ വീഡിയോ സ്റ്റാൻഡർഡൈസേഷനെ കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണിത്. വീഡിയോ സ്റ്റാൻഡർഡൈസേഷൻ അതിലൊന്നാമത്താണ് പാൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓരോ രാജ്യത്തും ഓരോ രീതിയിലുള്ള സ്റ്റാൻഡർഡൈസേഷൻസ് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് പാൽ, NDC ആൻഡ് സികോം ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുക. ഇതാണ് നമ്മുടെ പിന്നെ HDയിലേക്കൊക്കെ വരുന്നുണ്ട്. ലോകത്ത് ടെലിവിഷൻ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ അത് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡർഡൈസേഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പാൽ അതിൻ്റെ ഷോർട്ട് ഫോം സാധാരണ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഓരോ സ്റ്റാൻഡർഡൈസേഷൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാനും ചോദിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഷോർട്ട് ഫോർ ഫേസ് ആൾട്ടർനേറ്റീവ് ലൈൻ എന്നാണ് ഈ വീഡിയോ സിഗ്നൽസിൻ്റെ ആ ഒരു സ്റ്റാൻഡർഡൈസേഷൻ പാലിൻ്റെ ഫുൾ ഫോം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈസ് ആൻ അനലോഗ് ടെലിവിഷൻ കളർ എൻകോഡിംഗ് സിസ്റ്റം യൂസിങ് ടു ബ്രോഡ്കാസ്റ്റിംഗ് ടെലിവിഷൻ സിസ്റ്റം ഇൻ മെനി കൺട്രീസ്. ഈ ഒരു സിസ്റ്റം പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഇത് സ്റ്റാൻഡർഡൈസേഷൻ എന്താണെന്ന് നമ്മൾ ഓരോ ISO തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അതൊരു സ്റ്റാൻഡർഡൈസേഷൻ ഓർഗനൈസ് ചെയ്തിട്ട് അത് കൊടുക്കുന്ന രീതിയാണ്. അത് കളറിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ ഫോർ പല രീതിയിലാണ് ഉള്ളത്. അതിൽ ഫോർ കളർ TV സിഗ്നൽസ് യൂസിങ് ഇൻ ദി UK ആൻഡ് മോസ്റ്റ് ഓഫ് ദി വെസ്റ്റേൺ യൂറോപ്പ് എക്സെപ്റ്റ് ഫ്രാൻസ്, സെവറൽ സൗത്ത് അമേരിക്കൻ, മിഡിൽ ഈസ്റ്റ്, ഏഷ്യ, ആഫ്രിക്ക ആൻഡ് പസഫിക് ഐലൻഡ് നാഷൻസ് ആൻഡ് ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് പാൽ സ്പെസിഫൈഡ്. ഇവിടെ എല്ലാം ന്യൂസിലാൻഡ് ഇങ്ങനെയുള്ള കുറേ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നു. അത് സ്പെസിഫൈഡ് 786 പിക്സൽ പെർ ലൈൻ. ടെലിവിഷൻ്റെ സിഗ്നൽസ് ലൈൻസ് ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു അനലോഗ് നേരത്തെയുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റമാണിത്. 625 ലൈൻസ് പെർ സ്ക്രീൻ, 25 ഫ്രെയിം പെർ സെക്കൻഡ്, എ പ്രിമറി പവർ ഓഫ് 220 വോൾട്ട്. 220 ഇത് വർക്ക് ചെയ്യാം. 786 പിക്സൽ പെർ ലൈനായിട്ട് 625 ലൈൻസ് വരും എന്ന ക്രോസ് കൊണ്ട് ഇത് 220 വോൾട്ടേജ് വർക്ക് ചെയ്യും. ഇൻവെൻറ്റഡ് ഇൻ 1961 ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രൊവൈഡ് എ ബെറ്റർ ഇമേജ് ദാറ്റ് ദി കനേഡിയൻ ആൻഡ് US സ്റ്റാൻഡേർഡ് NTSC but inferior than Francis Sikkim. All three of this standard are multiple in competition. ഇതിൽ നമ്മൾ പാലെന്ന് പറഞ്ഞാൽ എന്താണ്, വേറെ വരുന്ന സ്റ്റാൻഡർഡൈസേഷനാണ് NDSC എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡർഡൈസേഷൻ. ടെലിവിഷൻ സ്റ്റാൻഡർഡൈസേഷനിൽ NDSC അതിൻ്റെ നെയിം ഓഫ് ദി നാഷണൽ ടെലിവിഷൻ സിസ്റ്റം, അതാണ് NDAC എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ ടെലിവിഷൻ സിസ്റ്റം. ഇതൊരു ചില രാജ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റാൻഡർഡൈസേഷൻ. Committed to the analog television system that is using the most of the North America, most of the South America except Argentina, ഫ്രാൻസ്, ഇതൊഴിച്ചിട്ടുള്ള ബർമ, സൗത്ത് കൊറിയ, തൈവാൻ, ജപ്പാൻ ആൻഡ് ഫിലിപ്പൈൻസ് ആൻഡ് സം പസഫിക് ഐലൻഡ് നാഷൻസ് ആൻഡ് ടെറിട്ടോറിയസിലി NDSC ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഫോം എന്നാണ് സാധാരണ പരീക്ഷയ്ക്ക് ഷോർട്ടായിട്ട് ചോദിക്കും. ടെലിവിഷൻ സ്റ്റാൻഡർഡൈസേഷൻ്റെ ഒരു സിസ്റ്റത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നാഷണൽ ടെലിവിഷൻ സിസ്റ്റം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം എന്നും ഓർത്തിരിക്കുക. Most countries using the NDSC standards as well. This using the other analog television standardization are switching to the newer digital television standard, for which at least 4 different ones are using the around the world. North America, parts of Central America and South Korea and adopting the ATSC standards, while other countries are adopting or have to adopting these standards
The first NDSC standard was developing in 1941 and had to provide for color television in 1953. Second modified version of NDSC standard was adopted with the allow color television broadcasting company with the existing stock of black and white received NDSC was the first widely adopted the broadcasting systems. നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട NDSC ആണെന്നും അത് നാഷണൽ ടെലിവിഷൻ സ്റ്റാൻഡേർഡാണെന്നും ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും പോലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് തുടങ്ങിയതാണ്, പിന്നെ അത് കളറിലേക്കും വന്നു. ഈ സ്റ്റാൻഡേർഡൈസേഷൻ കുറച്ച് സ്ഥലങ്ങളിലുണ്ട്. അമേരിക്കയാണ് അതിൻ്റെ പ്രധാന സെൻറ്റർ എന്ന് കൊടുത്തിരിക്കുക. ഇനിയുള്ളതാണ് സീകോം. സീക്കം റിട്ടേൺ ഫോർ സീക്വൻറ്റ് കളർ വിത്ത് മെമ്മറീസ് എന്നാണ് സീക്കം എന്ന് പറയുന്നത്. സീക്വൻസ് CSECAM സീക്കം എന്ന ഷോർട്ട് ഫോമിൻ്റെ ഫുൾ ഫോം സീക്വൻസ് കളർ വിത്ത് മെമ്മറീസ് ഇൻ ആൻ അനലോഗ് കളർ ടെലിവിഷൻ സിസ്റ്റം was using the France, a term led by the N.D. France. Why Thomas New Technicolor invented the Seacom. It is historically that first European color television standard. യൂറോപ്പിലെ ഒരു കളർ ടെലിവിഷൻ സ്റ്റാൻഡേർഡാണ്. ടേം ബേസ് ഹെൻറി ഡി ഫ്രാൻസ് വർക്കിംഗ് അറ്റ് തോമസ്. ഈ ഒരു ആൾക്കാരാണ് അതിനെക്കുറിച്ച് സ്റ്റാൻഡർഡൈസേഷൻ ക്രിയേറ്റ് ചെയ്തത്. ഈ 3 സ്റ്റാൻഡർഡൈസേഷൻ ബേസിക്കായിട്ട് ചിലപ്പോൾ സാധാരണ ഫുൾ ഫോമും അങ്ങനെയൊക്കെ ചോദിക്കാൻ വരുന്ന ചോദ്യത്തിലുണ്ടാവും. ഇന്ന് ഇതിന് വലിയ പ്രസക്തി ഇതൊരു കാലത്ത് അനലോഗ് രീതിയിലും ഡിജിറ്റ് ആകുന്നതിന് മുമ്പുള്ള ഈ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് അത് മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ ഹൈ ഡെഫിനിഷൻ ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ വരുന്നത്. അതായത് HD TV എന്നൊക്കെ പറയുന്നത്. ഹൈ ഡെഫിനിഷൻ ടെലിവിഷൻ ഇസ് വീഡിയോസ് ആസ് റെസൊല്യൂഷൻ സബ്സ്റ്റൻഡ് ഹൈ ദാൻ ദാറ്റ് ദി ട്രഡീഷണൽ ടെലിവിഷൻ സിസ്റ്റം സ്റ്റാൻഡേർഡ് ഡെവലപ്പ് TV SD കാർഡ് ഇതുപോലുള്ള കാര്യങ്ങളിൽ HD TV ഓർ ദി 2 million പിക്സൽസ് പെർ ഫ്രെയിം. HD TVയിൽ 2 million പിക്സൽസാണ്. പിക്സലായിട്ടാണ് ഡിജിറ്റൽ വരുമ്പോൾ ഉപയോഗിക്കുന്നത്. ചതുരമായിട്ടുള്ള പിക്സൽസുകളായിട്ട് ആണ് വരുന്നത്. മുമ്പ് ലൈൻസ് ആയിട്ടായിരുന്നു സ്റ്റാൻഡർഡൈസേഷൻ. ടെലിവിഷന് മുമ്പ് ഇങ്ങനെ നമ്മൾ ഓൺ ലൈനുകളുണ്ടാവും, പിന്നെ ഒരു കുത്ത് ഗ്രെയിൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഈ ഡിജിറ്റിൻ്റെ ഒരു ചതുര പിക്സൽസുകൾ പോലെയൊക്കെയാണ് കൂടുതലും വരുന്നത്. അത് HD TV വന്നു, നമ്മുടെ വീട്ടിൽ HD വന്നു. പിന്നെ ഹൈ ഡെഫിനിഷൻ സിസ്റ്റം വന്നു. HD TVക്ക് തന്നെ 2 million പിക്സൽ പെർ ഫ്രെയിംസ് ആയിരുന്നെങ്കിൽ നമ്മൾ പണ്ടത്തെ ഇതിൽ ലൈൻസുകളായിരുന്നു 786 625 എന്നൊക്കെ പറയുന്ന അളവുകളിലുള്ള ലൈൻസുകൾ കൂടെയായിരുന്നു ഇതൊക്കെ ബ്രോഡ്കാസ്റ്റിങ്ങിന് ഉപയോഗിച്ചിരുന്നത്. ഇന്നത് ഡിജിറ്റൽ ആയിട്ട് മാറും. അനലോഗിൽ നിന്ന് ഡിജിറ്റലൈസ് ചെയ്ത് മാറും. പഴയകാല സിനിമകളൊക്കെ ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്യുന്നുണ്ട്. അത് ഡിജിറ്റലൈസ് HD അതിലേക്ക് മാറ്റിയിട്ട് നമ്മളെ ബ്രോഡ്കാസ്റ്റിങ്ങിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ പഴയ യൂട്യൂബിലൊക്കെ വരുന്ന സിനിമകളെല്ലാം ഡിജിറ്റലൈസ് ചെയ്ത്, പഴയ സിനിമകളും ഫിലിമൊക്കെ എടുത്തത് ഡിജിറ്റൈസ് ചെയ്ത് ബ്രോഡ്കാസ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ HD TV കഴിഞ്ഞാൽ അൾട്രാ HD ടെലിവിഷൻ എന്ന് പറയും. അൾട്രാ HD ഡിഫൈൻ ടെലിവിഷൻ UHD TV എന്ന് പറയും. അത് 4320 എന്ന് പറയുന്ന ഒരു പിക്സലാണ് അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. 4320 4K എന്നൊക്കെ പറയുന്നത്. അതാണ് 4Kക്കാണ് നമ്മൾ അൾട്രാ HD എന്ന് പറയുന്നത്. 2Kയും HD ഹൈ ക്വാളിറ്റിയാണ്. സാധാരണ 1050 1920 എന്നുള്ള ഹൈ ഡെഫിനിഷൻ HD TV അത് മതി. തിയേറ്ററിലെ ഫുൾ സ്ക്രീനിലൊക്കെ കാണിക്കാൻ HD TVയുടെ ക്വാളിറ്റി മതി. പിന്നെ നമ്മുടെ ഏത് ടെലിവിഷനിലും അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ടെലിവിഷൻ പഴയതാണെങ്കിൽ ഇതിൻ്റെ ഒരു നടുക്കൊരു ചതുരം പോലെയുണ്ടോ 16:9 എന്ന് പറയുന്ന റേഷ്യോസിലാണ് അത് എക്സ്പോസ് ചെയ്ത് വരുന്നത്. ഫുൾ HDയിൽ ഇപ്പോൾ ഇന്ന് അൾട്രാ HD TVക്ക് വേണ്ടി മാത്രം ടെലിവിഷൻസുകളൊക്കെ ധാരാളം വരുന്നുണ്ട്. 4K റെസൊല്യൂഷൻ TV എന്നും പറഞ്ഞ് നമ്മൾ പരസ്യം കാണില്ല. അതിന് 4320 പിക്സൽസ്. അത് ഈ 8000 മേൽ പോകുമ്പോൾ 8K എന്ന് പറയും, 2000 മേൽ വരുമ്പോൾ 2K എന്ന് പറയും, 1000 മേൽ വരുമ്പോൾ ഫുൾ HD എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത്. അതിൻ്റെ നമ്മളൊന്ന് റെസൊല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ, അല്ല പിക്സൽ റേഷ്യോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ TV ഒക്കെ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് പറയും അൾട്രാ HD TV അല്ലെങ്കിൽ ഹൈ ഡെഫിനിഷൻ
HD TV വരെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അത് digital video format carrying the proposed the leadership of NHK Science Technology Research Laboratories is 60 times to resolution for HD TV. IMAX has roughly the same resolution HD TV theaters. IMAX തിരുവനന്തപുരത്തുണ്ട്, മോഹൻലാലിനൊക്കെ ഷെയറുള്ള HD അവിടെയാണ് കേരളത്തിൽ ആകെപ്പാടെ ഈ 4K റെസൊല്യൂഷൻ ഉള്ളത്. പലയിടത്തും 4K എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ തിയേറ്ററിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പ്രൊജക്ഷൻ കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് IMAX തിയേറ്ററാണ്. IMAXിലിരുന്ന അതിൻ്റെ വളരെയധികം ക്വാളിറ്റിയുള്ള ഫിലിമുകൾ സിനിമ തിയേറ്ററിൽ അത് പ്രദർശിപ്പിച്ച് കാണാൻ പറ്റും. അൾട്രാ HD TV ഇന്ന് ധാരാളം വാങ്ങാൻ കിട്ടും, ചെറിയ വിലയ്ക്ക്. പിന്നെ 4K എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. സൈഡിൽ നിന്നൊക്കെ ഇച്ചിരി ചരിഞ്ഞ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വലിയ 3D ഇമ്പാക്റ്റും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലോട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ലുലു മാളിലൊക്കെ പോകുമ്പോഴത്തേനും അതിൻ്റെ അവിടുത്തെ ടെലിവിഷൻ ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിൽ വലിയ സ്ക്രീനിലുള്ള ഹൈ ഡെഫിനിഷൻ അവർ തിയേറ്ററൊക്കെ വീട്ടിൽ ഹോം തിയേറ്ററൊക്കെ ഉണ്ടാക്കി തരുന്നൊരു യൂണിറ്റ് ഉണ്ട് അവിടെ. അതിൻ്റെ തിയേറ്ററുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു 3D ഏകദേശം 3D ഇമ്പാക്റ്റിൽ തന്നെ ഈ അൾട്രാ HDയിൽ ഒക്കെ എടുത്തിട്ടുള്ള അതിൻ്റെ ക്വാളിറ്റിയുള്ള പിക്ചർ ട്യൂബ് അല്ല, അതിൻ്റെ സ്ക്രീനൊക്കെയുള്ള വലിയ സ്ക്രീനുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ എപ്പോഴെങ്കിലും പോകുമ്പോൾ അവിടെ ആ ഒരു ഇലക്ട്രോണിക് മീഡിയ സെൻറ്ററിൽ നിങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വയ്ക്കുന്ന അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ വ്യത്യാസം നമ്മൾ വീടിയിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെലിവിഷനും ഇതും തമ്മിൽ. പക്ഷേ ഈ നാഷണൽ ജിയോഗ്രഫി ഒക്കെ കാണുമ്പോൾ ഓരോ ഫോംസിൻ്റെ ഡയമെൻഷൻസ് എത്ര വലുതാണെന്നും അതിൻ്റെ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി അപാര നാച്ചുറാണെന്നും പിന്നെ അതിനു വേണ്ടി അവർ തിയേറ്ററിലൊക്കെ വീട്ടിൽ വന്ന് ഈ TV സ്ക്രീനൊക്കെ വെച്ച് കൊടുത്ത് ചെയ്തു തരുന്ന പലരും അവിടെ തന്നെ ഉണ്ട്. അവിടെയൊക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ ചെറിയ സ്റ്റുഡിയോസിലൊക്കെ നമ്മളെ കൊണ്ട് സൗണ്ടിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ക്വാളിറ്റി ഓഫ് പിക്ചറിൻ്റെ ക്വാളിറ്റീസും ലേറ്റസ്റ്റ് വരാൻ പോകുന്ന ടെക്നോളജിയെക്കുറിച്ചൊക്കെ നല്ല നോളജ് കിട്ടും. നിങ്ങളിങ്ങനെയുള്ള ഇലക്ട്രോണിക് മീഡിയകളിലൊക്കെ പോകുമ്പോഴത്തേക്കും ദുബായിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പലപ്പോഴും ഈ 3D ഫോംസിലുള്ള പ്രൊജക്ഷൻസ് വരെ ഉള്ള സെറ്റപ്പുകളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ നേരത്തെ പലപ്പോഴും നമ്മൾ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഡയമെൻഷൻസിനെ കുറിച്ചും പ്രധാനമായ ഡയമെൻഷൻസിൻ്റെ ഈ അൾട്രാ HD അല്ലെങ്കിൽ 4K റെസൊല്യൂഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഓർത്തിരിക്കുക. അതുപോലെ XD എക്സ്ട്രാ ഡെഫിനിഷൻ എന്നും പറഞ്ഞു വന്നിട്ടുണ്ട്. റിലേറ്റഡ് ടു ദി എക്സ്ട്രീംലി ഡെഫിനിഷൻ XD എന്ന് പറയും. എക്സ്ട്രീംലി ഡയമെൻഷൻസ് ദാറ്റ് ഈസ് ദ ടൈം ടു യൂസ് ഇറ്റ് ഇൻ്റർനെറ്റ് റെഫർ to the 1440x256 into 1440 resolution time to the format extremely high definition the main since with standardization shared to 256 pixel horizontal resolutions 2560 x 1440 എന്നുള്ള ആ ഒരു റേഷ്യോയിലുള്ള XD എന്ന് പറയുന്ന അല്ലെങ്കിൽ എക്സ്ട്രാ ഡെഫിനിഷൻസ് XD എക്സ്ട്രാ ഡെഫിനിഷൻസ് എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ സ്റ്റാൻഡേർഡൈസേഷനും കൂടെ ഉപയോഗിച്ച് വരുന്നുണ്ട്. പക്ഷേ അതിനുള്ള എല്ലാ ടൈപ്പിലുള്ള ടെലിവിഷൻ നമ്മൾ എടുക്കുമ്പോഴും അതിൻ്റെ പ്രൊജക്ഷനിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ടെലികാസ്റ്റിംഗ് വരുന്നത് നമുക്ക് ഇൻ്റർനാഷണൽ ചാനലൊക്കെ ഇട്ട് നോക്കിയാൽ മാത്രമേ നമ്മുടെ ടെലികാസ്റ്റിങ്ങിൽ നമ്മുടെ ടെലിവിഷനിൽ അത് കാണാൻ പറ്റുള്ളൂ. കാരണം അതേ ക്വാളിറ്റി ടെലികാസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ആ TV വാങ്ങിച്ചിട്ട് വരും. ഇവിടെ കേരളത്തിൽ ആ 4K ഉണ്ടെന്ന് പറയുന്നത് ഫ്ലവേഴ്സ് TV ആണെന്ന് തോന്നുന്നു. അതുപോലും തന്നെ പെർഫെക്റ്റ് ആണോ എന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ പല ക്വാളിറ്റീസ് ഉണ്ട്. മലയാള മനോരമയാണെന്ന് ആദ്യം പറയുന്നു, പിന്നെ ഫ്ലവേഴ്സാന്ന് പറയുന്നു. എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ ടെലിവിഷൻ വാങ്ങിച്ചിട്ട് ചാനൽസുകൾ മാറ്റി നോക്കുക. മേടിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഇൻ്റർനാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ലെവലിൽ XDയും അല്ലെങ്കിൽ അൾട്രാ HD 4Kയുടെയൊക്കെ ടെലിവിഷനൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ആ വ്യത്യാസം മാറി അറിയാൻ പറ്റും. അങ്ങനെ ഇത്രയും സ്റ്റാൻഡേർഡൈസേഷനെ കുറിച്ച് ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ, പ്രത്യേകിച്ച് മൾട്ടിമീഡിയ സ്റ്റുഡൻറ്റ്, ഇതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമ്പോൾ ഇതും കൂടെ അറിഞ്ഞിരിക്കണം. ഇനി അനലോഗ് വീഡിയോയുടെയും ഡിജിറ്റൽ വീഡിയോയുടെയും വ്യത്യാസങ്ങളാണ് നമ്മൾ ഇനി മനസ്സിലാക്കണം, ബേസ് മനസ്സിലാക്കണം.